It takes years to build trust and just a seconds to break it. യെസ്, നമുക്ക് ഈ കോട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നൊരു കമ്പനിയാണ് ബൈജൂസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ ബൈജൂസിൻ്റെ ഫ്രം സ്ക്രാച്ചിൽ നിന്നുള്ള ജേണി നമ്മൾ കണ്ടതാണ് അല്ലേ. ഒരു സമയത്ത് നമ്മുടെ ന്യൂസിൽ വരെ അല്ലെന്നുണ്ടെങ്കിൽ ബൈജൂസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർ തന്നെയായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോവിഡ് ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ട അല്ലാന്നുണ്ടെങ്കിൽ വേൾഡ് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു കമ്പനിയായിട്ട് ബൈജൂസ് മാറി. അവർ ഇത്രയും വലിയൊരു ക്ലയൻറ്റ് അക്വിസിഷൻ നടത്തി, അവർ ഇത്രയും വലിയൊരു വാല്യൂഷൻ നടത്തി, അവർ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചു. ഒരു സമയത്ത് ഷാരൂഖ് ഖാനോ അല്ലാന്നുണ്ടെങ്കിൽ ഫിലിം സ്റ്റാർസ് വരെ അവരുടെ മാർക്കറ്റിംഗ് ഏജൻസായിട്ട് മാറി. അതുപോലെ തന്നെ അവർ നമ്മൾ കാണുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ വരെ ബ്രാൻഡ് അവർക്ക് മാർക്കറ്റിംഗ് എത്തിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ബൈജൂസ് അവർ ഇത്രയും വലിയൊരു ഗ്രോത്തിലോട്ട് അവർ എത്തിക്കാനായിട്ട് പറ്റി. പക്ഷേ ഒരു സമയത്തെ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കുറച്ച് നമ്പർ ഓഫ് മിസ്റ്റേക്സ് കാരണം, അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തത് കൊണ്ട് കാരണം ബൈജൂസ് നമ്മളിന്ന് കാണുന്ന ഇത്രയും വലിയൊരു ഏകദേശം സീറോയുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞു എന്ന നിലയിൽ നിൽക്കുന്ന ബൈജൂസിന് വരെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. കാരണം ഇന്ന് ബൈജൂസ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ED അന്വേഷിക്കുന്ന ഒരു കേസും കൂടെ ഉണ്ടെന്ന് നമ്മൾ നിലവിൽ അറിഞ്ഞിരിക്കുക. അത് എന്തുകൊണ്ടാണ് ബൈജൂസിന് ഇത്രയും വലിയൊരു പരാജയത്തിലോട്ട് നയിച്ചത്? നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബൈജൂസിൻ്റെ പരാജയത്തിന് സംഭവിച്ചുള്ള അല്ലെങ്കിൽ ബൈജൂസ് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പരാജയത്തിലോട്ട് എത്തിച്ചു. നമുക്ക് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് 5 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ബൈജൂസ് ഇത്രയും വലിയൊരു വാല്യൂഷനിലോട്ട് പോവുകയും അത് ഏകദേശം 22 ബില്യൺ വാല്യൂഷൻ വരെ പോയിട്ട് അത് നമ്മളിന്ന് കാണുന്ന ജസ്റ്റ് 1 ബില്യൺ വാല്യൂഷൻ വരെ ഒരു ടൈമിൽ വന്നായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് 1 ബില്യനേക്കാളും ഒരു കുറച്ച് വാല്യൂഷൻ ഉണ്ടെന്ന് മാത്രം. എന്നിരുന്നാലും ഇന്ന് ED തിരയുന്ന ഒരു വ്യക്തി കൂടിയാണ് ബൈജൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബൈജൂസിന് സംഭവിച്ചത് അല്ലെങ്കിൽ ബൈജൂസിൻ്റെ ബിസിനസ്സിന് സംഭവിച്ചിട്ടുള്ള 5 കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബൈജൂസിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ബൈജൂസിൻ്റെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അല്ലേ. ബൈജൂസിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവായിരുന്നു. അവർ ഫിലിം സ്റ്റാർസിനെ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീം പോലുള്ള ഒരു ടീമിലേക്ക് അവർ സ്പോൺസറായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. ബൈജൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അപ്പോൾ വളർന്നു വരുന്നൊരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും വലിയൊരു മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ബൈജൂസിന് പറ്റിയൊരു അബദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജൂസിൻ്റെ ഡെപ്റ്റ്, അവർ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് ബൈജൂസിലോട്ട് ഹെവിലി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയായിരുന്നു. കാരണം ഒരു ജൈൻറ്റ് കമ്പനി ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അക്വിസിഷനൊക്കെ ബൈജൂസിൻ്റെ വളരെ വലിയ ക്ലയൻറ്റ് അക്വിസിഷൻ ആയാലും അവരുടെ ക്ലയൻറ്റിനെ കണ്ടുപിടിക്കുന്ന രീതി ആയാലും ബൈജൂസിന് ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോവിഡ് ടൈമിൽ തന്നെ വളരെ വലിയൊരു ഗ്രോത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി അല്ലേ. അപ്പോൾ ബൈജൂസിന് ശരിക്കും സംഭവിച്ചത് അവരുടെ മാർക്കറ്റിങ്ങിന് സംഭവിച്ചിട്ടുള്ള പിഴവ് തന്നെയാണ്. അത് അവർക്ക് കിട്ടുന്ന റവന്യൂ എത്രയാണോ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങാണ് അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവാക്കിയത്. സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും പറയേണ്ടത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആകുമ്പോൾ ഒരു മാർക്കറ്റിങ്ങിൽ തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ ബൈജൂസ് ഇവിടെ വളരെ ഹെവിലി ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ബൈജൂസിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ബൈജൂസ് സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ. അത് റവന്യൂ എത്ര കിട്ടുന്നു അതിൻ്റെ 10 മടങ്ങാണ് ബൈജൂസ് മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവാക്കിയത്. അതും ബൈജൂസിൻ്റെ സ്വന്തം പൈസയിൽ നിന്നല്ല, നിങ്ങൾ ഓർത്തിരിക്കുക. അത് ബൈജൂസിൻ്റെ പല ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ കടമായിട്ടോ ഉള്ള പൈസയിൽ നിന്നാണ് ബൈജൂസ് ഇത്രയും വലിയൊരു മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് വളരെ വലിയൊരു പരാജയമായിട്ട് മാറി. പിന്നീട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്തതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം നമുക്കറിയാവുന്നതുപോലെ തന്നെ കോവിഡിന് ശേഷം നമുക്ക് ബൈജൂസിന് പല ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. കാരണം കോവിഡ് ആ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലയൻറ്റിനെ ഒരുപാട് അക്വയർ ചെയ്യാൻ പറ്റി. പക്ഷേ കോവിഡിന് ശേഷം ബൈജൂസിന് വളരെ വലിയൊരു അടി സംഭവിച്ചു. പുതിയ ക്ലയൻറ്റിന് അക്വിസിഷൻ കുറഞ്ഞു. അതുപോലെ തന്നെ പഴയ ക്ലയൻറ്റ്സ് അവർ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അവർ ബൈജൂസിൽ സ്റ്റേ ചെയ്യാനുള്ള വിമുക്തത കാണിച്ചു. അങ്ങനെ കുറേ പേര് അങ്ങനെ മാറിപ്പോയി അല്ലേ. അപ്പോൾ എല്ലാം കൊണ്ടും ബൈജൂസ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം തന്നെ ആകെപ്പാടെ ബൈജൂസിൻ്റെ അല്ലെങ്കിൽ എഡ്യൂടെക് കമ്പനികളുടെ ഒരു മോശം സമയം തന്നെയാണ് ശരിക്കും അത് അല്ലേ. അപ്പോൾ അത്
അതും കൂടെ ഉണ്ട്, പിന്നെ ബൈജൂസിന് കടവും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്കും ബൈജൂസിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെപ്റ്റ് വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ് വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബൈജൂസിൻ്റെ പരാജയത്തിലോട്ട് നയിച്ച രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെയിൽസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുമ്പോൾ സെയിൽസും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എമൗണ്ട് കൊടുത്ത് നമുക്ക് സെയിൽ നടത്തേണ്ട അത്യാവശ്യം സെയിൽസിനകത്തുണ്ട്. പക്ഷെ ബൈജൂസ് ഇവിടെ ചെയ്ത പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെയിൽസ് ഒരു കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് അക്യൂസേഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് സംഭവിച്ചത് ബൈജൂസിൻ്റെ അവരുടെ സെയിൽസ് ടെക്നിക്കിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം തന്നെ ബൈജൂസ് അവരുടെ പുതിയ ക്ലയൻറ്റ് അക്വിസിഷന് വേണ്ടി തന്നെ അവരുടെ കോഴ്സ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടി തന്നെ അവരുടെ പാരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊരു ഫിയർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. തികച്ചും അത് ഒരു എത്തിക്കലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, അല്ലേ? പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് അത് ഫിയർ ഉണ്ടാക്കുകയാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മീഡിയയിലൊക്കെ കാണാനായിട്ട് സാധിച്ചു. അതായത് ബൈജൂസ് എന്ന് പറഞ്ഞ അവരുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മുടെ പാരൻസിനെയോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയോ വിളിക്കുന്നുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബൈജൂസിൻ്റെ കോഴ്സ് എടുക്കുക, ആ ഒരു കോഴ്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി പരാജയപ്പെടും അല്ലെങ്കിൽ എക്സാമിൽ തോക്കും എന്നുള്ള രീതിയിൽ ബൈജൂസിൻ്റെ ആ ഒരു സെയിൽസ് ടെക്നിക്ക് ആ ഒരു രീതിയിലോട്ട് മാറി. അപ്പോൾ ഇത് ശരിക്കും ബൈജൂസിൻ്റെ റെപ്യൂട്ടേഷൻ ശരിക്കും ഇടിയാനായിട്ട് കാരണമായി. കാരണം ബൈജൂസ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മുടെ മലയാളികൾക്കിടയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഫേമസ് ആയിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പായിരുന്നു ബൈജൂസ്. പക്ഷേ അവരുടെ ഈ സെയിൽസിലുള്ള മനോഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷനെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു. അപ്പോൾ അവരുടെ സെയിൽസ് ടെക്നിക്ക് ശരിക്കും വർക്കൗട്ട് ആയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ അവർ സെയിൽസിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും വളരെ ഹൈലി ആയിട്ടാണ് അവർ സെയിൽസിന് സ്പെൻഡ് ചെയ്യുക. അതായത് അവർക്ക് 1 രൂപ സെയിൽ കിട്ടാനായിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നത് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 രൂപയ്ക്ക് മുകളിലെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് 1 രൂപ റവന്യൂ കിട്ടാനായിട്ട് നമ്മൾ 5 രൂപ സെയിൽ നടത്തുന്ന പോലെയാണ് നമുക്ക് ബൈജൂസിൻ്റെ സെയിൽസ് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അവർ എംപ്ലോയീസിനോട് ട്രീറ്റ് ചെയ്യുന്ന രീതിയും അവരുടെ റെപ്യൂട്ടേഷനെ വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് എംപ്ലോയീസിന് പ്രഷർ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണാവുന്നത് പോലെ തന്നെ ബൈജൂസിൻ്റെ നമുക്ക് പല അനുഭവങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസായിട്ടും അവിടെയും ഇവിടെയൊക്കെ നമുക്ക് പല കാര്യങ്ങളായിട്ട് ഇപ്പോൾ ബൈജൂസിൻ്റെ കുറേ കാര്യങ്ങളായിട്ട് കിടപ്പുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സെയിൽസ് തന്നെയാണ്. അവരുടെ സെയിൽസ് ടെക്നിക്കിൽ വന്നിട്ടുള്ള പരാജയം തന്നെയാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ബൈജൂസിൻ്റെ പരാജയത്തിലോട്ട് നയിച്ച മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജൂസ് ചെയ്ത വേറൊരു ഫെയിലിയർ ആയിരുന്നു. ബൈജൂസ് സംഭവം അവരുടെ ക്ലയൻറ്റ് അക്വിസിഷന് വേണ്ടി അല്ലെങ്കിൽ പുതിയ സ്റ്റുഡൻസിനെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അവർ പൂവർ ഫാമിലീസിനെയൊക്കെ ചൂസ് ചെയ്യാനായിട്ട് ബൈജൂസ് തുടങ്ങി. അതായത് ബൈജൂസിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ കോഴ്സൊക്കെയാണ് ബൈജൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവർ ഫാമിലീസിന് ഇത് അക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു 1.5 ലക്ഷത്തിൻ്റെ കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ പൂവർ ഫാമിലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിബിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ബൈജൂസ് ചെയ്ത മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജൂസ് തന്നെ മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് പോയി ബൈജൂസ് അവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ബൈജൂസ് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട്, ബൈജൂസിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് ബൈജൂസ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയായിരുന്നു പിന്നീട് കണ്ടിരുന്നത്. അതിലൊറ്റ കാരണമേ ഉള്ളൂ, ക്ലയൻസിനെ കൂട്ടുക, അവർക്ക് ബുക്സിൽ കാണിക്കുക, റവന്യൂ ഇൻക്രീസ് ചെയ്യുക, അതിലൂടെ വീണ്ടും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ബൈജൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പൂവർ ഫാമിലീസ് ആയതുകൊണ്ട് തന്നെ അവർ ആദ്യമൊക്കെ അടയ്ക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും, അല്ലേ? കോഴ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ അവർ ബൈജൂസിൻ്റെ കോഴ്സ് അടയ്ക്കാനായിട്ട് നമ്മൾ എന്തായാലും ഇൻട്രസ്റ്റ് കാണാം. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും പൂവർ ഫാമിലീസ് ബൈജൂസ് കോഴ്സ് കൊടുത്തിട്ടുള്ള പല പൂവർ ഫാമിലീസിൻ്റെ അടുത്ത് നിന്നും അവർക്ക് കറക്റ്റായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് ബൈജൂസിന് പുറമേ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടിക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ല. ഇവിടെ ബൈജൂസ് ശരിക്കും തേർഡ് പാർട്ടിയായിട്ട് ആക്ട് ചെയ്യുകയാണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ
ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റും ആയിരിക്കും ഇവിടെ ഒരു ക്ലയൻ്റായിട്ട് വരിക. അപ്പോൾ ബൈജൂസ് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ പാരൻറ്റ് പൈസ കൊടുക്കാനായിട്ടുള്ള ഡീഫോൾട്ട് വരുത്തിയതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയും ബൈജൂസ് ഇവിടെ പെട്ടുപോകുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇതും ബൈജൂസിൻ്റെ പരാജയത്തിലോട്ടുള്ള കാരണമായിട്ട് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബൈജൂസ് പ്രോപ്പറായിട്ടുള്ള ഫയലിംഗ് നടത്തിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് അക്രൂവൽ ബേസിസിൽ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ടാക്സ് എത്രയാണോ അത് നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും ബൈജൂസ് ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് അവർ കറക്റ്റായിട്ടുള്ള റവന്യൂ കാര്യങ്ങളൊന്നും ഫയൽ ചെയ്യാനുള്ള വിമുക്തത കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യമാണ് ബൈജൂസ് നടത്തിയിട്ടുള്ള അക്യൂസേഷൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈജൂസ് വളർന്നു വരുന്ന ആ ഒരു ടൈമിൽ തന്നെ കുറേ കമ്പനീസിനെ അക്യൂർ ചെയ്തിരുന്നു. നമ്മളിന്ന് കാണുന്ന ആകാശ് പോലുള്ള കമ്പനീസിനെയൊക്കെ അക്യൂർ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജൂസ് അക്യൂർ ചെയ്തിട്ടുള്ള കമ്പനീസ് ഒട്ടുമിക്കതും ലോസിലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ പൂവർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനീസിനെയാണ് ബൈജൂസ് അക്യൂർ ചെയ്തിട്ടുണ്ടായത്. ബൈജൂസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രോത്തിലോട്ട് എത്തിക്കാൻ റവന്യൂ കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പല കമ്പനീസിനെ അക്യൂർ ചെയ്തിട്ടുള്ളത്. പക്ഷേ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനീസിനെയും അതിൻ്റെ ഏറ്റവും വലിയ ഹയർ വാല്യൂവിൽ അക്യൂർ ചെയ്യുകയും പോരാത്തതിന് ആ കമ്പനീസ് പൂവർ പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ബൈജൂസിൻ്റെ സബ്സിഡറീസ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും തന്നെ പൂവർ പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ ബൈജൂസിൻ്റെ ടോട്ടൽ റവന്യൂവിനും അത് അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതും ബൈജൂസിൻ്റെ ഡെപ്റ്റ് കൂട്ടാനായിട്ട് കാരണമായി തുടങ്ങി. പ്രധാനമായും ഈ ഒരു 5 കാര്യങ്ങളാണ് ബൈജൂസിന് പരാജയം സംഭവിച്ചത്. ഈ ഒരു 5 കാര്യങ്ങളാണ് ബൈജൂസിന് ഒരു പരാജയത്തിലോട്ട് എത്തിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഒരു റിവൈവലിന് വേണ്ടി ശരിക്കും ബൈജൂസിന് പോസിബിളാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ഏജസ് ആണ്. അപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ബൈജൂസിൻ്റെ കേസിൽ ഒരു റിവൈവലിനുള്ള പോസിബിലിറ്റി വളരെ ചാൻസ് കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിന്ന് ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്ത് ബൈജൂസിൻ്റെ മെയിനായിട്ടുള്ള ഇത്രയും വലിയൊരു പരാജയത്തിലോട്ട് എത്തിച്ച ബൈജൂസിൻ്റെ 5 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.